ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ഒരു അടിപൊളി സ്വീറ്റ് സ്നാക്ക് ഉണ്ടാക്കി നോക്കാം. ഒരു സ്വീറ്റ് പൂരി. അപ്പം നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിന് ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, ഉപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ക്യാരറ്റ് ഇവിടെ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് ക്യാരറ്റ് അരച്ചതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് മിക്സിയിലിട്ട് അരച്ചിട്ട് 1 കപ്പ് അതിൽ നിന്ന് എടുക്കാം. ഞാനിത് മിക്സിയിലിട്ട് ക്യാരറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിരുന്നില്ല. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് ഇതുപോലെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 1 കപ്പ് എടുത്ത് മാറ്റാം. നമുക്ക് 1 കപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് 1 കപ്പ് ക്യാരറ്റിൻ്റെ പേസ്റ്റ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തതിൽ നിന്ന് 1 കപ്പ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന 1 കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ച് എടുക്കാം. ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല പേസ്റ്റായിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ പിന്നെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, പഞ്ചസാര മാത്രമാണ് ഇതിനകത്തേക്ക് പിന്നെ ഇട്ട് അരച്ചത്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1.5 കപ്പ് ആട്ടയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് 1 പിഞ്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് കൈ വെച്ച് കുഴച്ച് യോജിപ്പിച്ച് എടുക്കാം. ഇതിലോട്ട് ഇനി നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ പേസ്റ്റ് മാത്രമേ നമ്മൾ ഇതിനോട്ട് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ലതുപോലെ കുഴച്ച് യോജിപ്പിക്കണം. ഇതിപ്പോൾ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലോട്ട് അല്പം എണ്ണ തടവി കൊടുത്തിട്ട് ഒന്നുകൂടി കുഴച്ച് എടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരല്പം എണ്ണ തടവി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പം നമുക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മൂടിയിട്ട് വെക്കണം കേട്ടോ. മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് നമുക്ക് വർക്ക് ടോപ്പിലേക്ക് മാറ്റാം. നമുക്ക് വർക്ക് ടോപ്പിലേക്ക് ഒരു ഇച്ചിരി പൊടി വിതറി കൊടുക്കാം. എന്നിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഞാനിതിവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 3 കഷ്ണങ്ങളാക്കി മുറിക്കാം. എന്നിട്ട് ഇത് ഓരോന്നും ഓരോ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ ഇത് 3 ബോൾസാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോന്നും നമുക്ക് പരത്തി എടുക്കാം. അപ്പം ഞാൻ ആദ്യം ഒരെണ്ണം വെച്ചു. ഇത് നമുക്ക് പരത്തിയെടുക്കാം. നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത്, എന്നാൽ ഒരുപാട് കട്ടി കുറയാനും പാടില്ല. സാധാരണ പൂരിക്കൊക്കെ നമ്മൾ പരത്തുന്ന ഒരു പരുവത്തിൽ പരത്തിയെടുക്കുക. പക്ഷേ ഇതിവിടെ നമ്മൾ വലുതായിട്ടാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് ഇതുപോലത്തെ ഒരു അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് ചെറുതാക്കി വട്ടത്തിലാക്കി എടുക്കും. കണ്ടോ, ഇതുപോലെ ചെറിയ വട്ടങ്ങളാക്കി നമുക്ക് എടുക്കാം. അപ്പം ഇതെല്ലാം നമുക്ക് ഒന്ന് എടുത്തിട്ട് വരാം. ഇത് കണ്ടോ, ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിന് ഒരുപാട് കട്ടിയില്ല, എന്നാൽ കട്ടി കുറവുമല്ല. അപ്പം ഇതെല്ലാം ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന മാവ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ നമുക്ക് 3 ബോൾസും ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പൂരികളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മിച്ചം വരുന്ന എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മളിപ്പോൾ 3 ബോൾസ് ആയിട്ടാണ് തിരിച്ചത്. ആ 3 ബോൾസിൽ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ട് മിച്ചം വരുന്ന ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഒന്നുകൂടി പരത്തി
അതിൽ നിന്ന് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവ് ഒരുപാട് വേസ്റ്റായി പോകാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെയൊന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിതിവിടെ ഇതുപോലെ ചെറിയ വട്ടം വട്ടമാക്കി പരത്തി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല കേട്ടോ, കാരണം ഇത് നമ്മൾ ആ പൊടിയിട്ട് ഇത് ചെയ്യുന്നത് കൊണ്ട് ഇത് ഒട്ടിയൊന്നും പിടിക്കത്തില്ല. ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് കോരാം. സ്വീറ്റ് പൂരി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് വറുത്ത് കോരാം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതിൻ്റെ ഷേപ്പും ആ ചെറിയ സൈസും ഒക്കെ ആയിട്ട്. ഇതുപോലെ അടുത്ത ബാച്ചും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ ഇത് മുഴുവൻ നമുക്ക് വറുത്ത് എടുക്കാം. കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കാനായിട്ട് വളരെ ഇൻട്രസ്റ്റ് കാണിക്കും, കാരണം ഇതിൻ്റെ ഒരു സൈസും ഷേപ്പും ഒക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ നല്ല സ്വീറ്റും ആണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനാണെങ്കിൽ ആകെ 3 ഇൻഗ്രീഡിയൻസ് മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഞാൻ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാനിതെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം. ഇച്ചിരി കൂടെ വലിയ പാത്രമാണെങ്കിൽ നമുക്ക് ഇതിലും സ്പീഡിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ അടിപൊളി സ്വീറ്റ് പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്